ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ പോകുന്നത് ഒരു വെള്ളച്ചാട്ടത്തിലോട്ടാണ്. നമ്മുടെ വീടിനടുത്തുള്ള പാമ്പനാൽ വെള്ളച്ചാട്ടത്തിലോട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീടിനടുത്തെന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 2 കിലോമീറ്റർ. കടനാട്ടിൽ നിന്ന് മാനത്തൂരാണ് ഈ പാമ്പനാൽ വെള്ളച്ചാട്ടം. ഇവിടുന്ന് പോകുമ്പം പാലാ തൊടുപുഴ റോട്ടിലാണ് മാനത്തൂർ. പാലായിൽ നിന്ന് വരുന്നവർക്കും തൊടുപുഴയിൽ നിന്ന് വരുന്നവർക്കും പെട്ടെന്ന് വരാൻ പറ്റുന്ന ഒരു വെള്ളച്ചാട്ടമാണിത്. നമ്മളിത് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ, കാരണം ഇതിൽ പോകുന്ന വഴി നല്ല രസമുണ്ട് കാണാൻ. നമ്മൾ മാനത്തൂർ പള്ളി കഴിഞ്ഞ് മാനത്തൂർ സ്കൂള്, അത് കഴിഞ്ഞ് അതിൻ്റെ ഓപ്പോസിറ്റാണ് പാമ്പനാൽ വെള്ളച്ചാട്ടം. നമ്മൾ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളൊക്കെ കാണാത്ത വലിയ വലിയ സ്ഥലങ്ങളൊക്കെ കാണാൻ പോകും. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ട്, ഞാനൊരു 15 കൊല്ലം ആകാൻ പോകുന്നു. ആദ്യമായിട്ടാണ് ഈ തൊട്ടടുത്തുള്ള വെള്ളച്ചാട്ടം കാണാൻ പോകുന്നത്. ഞാൻ എൻ്റെ അനിയത്തിയും കൊച്ചും വന്നിട്ടുണ്ട്, അപ്പോൾ അവരെയും കൂടെ കൊണ്ടുപോയാണ് കാണിക്കുന്നത്. ഞാനാണെങ്കിൽ അനിയത്തിയുടെ കൊച്ചിൻ്റെ പേര് തുത്തുരു എന്നാണേ. അവനെന്നും വെള്ളച്ചാട്ടം കാണിക്കാമെന്നും പറഞ്ഞ് എന്നും പറ്റിക്കും. ഇക്കുറി ഈ ഞായറാഴ്ച ഒന്ന് പോയേക്കാമെന്ന് ഓർത്താണ് നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തോട്ട് പോകുന്നത് കേട്ടോ. പോകുന്ന വഴിയൊക്കെ നല്ല രസമാണ്. സ്കൂൾ കഴിഞ്ഞ് ഓപ്പോസിറ്റ് പാമ്പനാൽ ഇവരവിടെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ വീഡിയോ ഞാൻ എടുത്തില്ല. കണ്ട എക്സൈറ്റ്മെൻറ്റിൽ അവരോട് വർത്താനം പറഞ്ഞിരുന്നു. ഇനി പോണ വഴി നല്ല രസം കേട്ടോ. ഞാൻ വിചാരിച്ച പോലെയല്ല, ഈ റോട്ടിൽ നിന്ന് നമ്മളങ്ങ് കയറി കഴിയുമ്പോൾ ഒരു കാട്ടിൽ കയറിയ പ്രതീതിയാണ്. നല്ല രസമുണ്ട്. ആർക്കാണേലും ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും. അത് നമ്മളൊരു പെട്ടെന്നൊരു ഓളത്തിന് പറയുന്നൊന്നുമല്ല. ഇവിടെ കയറിയുമ്പോൾ നമ്മളൊരു കാട്ടിലോട്ട് ചെന്ന പോലെയാണ്. ഈ ഹൈവേന്ന് തിരക്കിലൊന്ന് നമുക്ക് ചെല്ലുമ്പോൾ പെട്ടെന്ന് കണ്ണിനൊരു ഒരു കുളിർമയേകുന്ന കാഴ്ച തന്നെയാണ് കേട്ടോ ഇത്. അയ്യോ, കാടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇച്ചിരി വണ്ടി പോകാൻ ഇച്ചിരി പാടാട്ടോ. ബൈക്കിനൊക്കെ വരുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ ഇവിടെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഈ ഫോൺ തെറിച്ച് പോകേണ്ടതായിരുന്നു. അതുപോലെ ഇവിടെയൊക്കെ വെള്ളമുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെറിയ അരുവികളുണ്ട്. നല്ല ഒരു രസമുണ്ട്. നമ്മൾ ഒരു ബോറടിച്ചിരിക്കുന്ന ഒരു സമയത്തൊക്കെ ഈ തിരക്കിനിടയ്ക്ക് നമുക്ക് പോയി ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് വെള്ളച്ചാട്ടം. വെള്ളച്ചാട്ടത്തിലോട്ട് പോണ വഴി നല്ല രസമെന്ന് പറഞ്ഞ് ഈ വഴികളൊക്കെയാണേ. പിന്നെ നമ്മളൊരു സ്ഥലത്തുനിന്ന് കുറച്ച് വണ്ടി അവിടം വരെ ചെല്ലുകയല്ലോ, കുറച്ച് നടക്കണം കേട്ടോ. അനിയത്തിയും കൊച്ചുമൊക്കെ ഇറങ്ങി. എന്നാണല്ലോ ചെറുതാണെങ്കിലും അവൻ സ്പീഡിൽ നടന്നു കേട്ടോ. ഈ കയറ്റം കയറി ഇച്ചിരി ഒരു കയറ്റം കയറാനുണ്ട്. അവിടം വരെ വണ്ടി കൊണ്ടുവന്നു. കാടിനുള്ളിൽ വീടൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വെള്ളച്ചാട്ടത്തിലെത്തി ഗൈസ്. ഇതാണ് നമ്മൾ പറഞ്ഞ വെള്ളച്ചാട്ടം. നല്ല രസമുണ്ട് കേട്ടോ. അത്യാവശ്യം ഒരു വലിയൊരു വെള്ളച്ചാട്ടം തന്നെ ഇതിനെ പറയാം. പാമ്പനാൽ വെള്ളച്ചാട്ടം ഞാൻ ആദ്യമായിട്ട് കാണുവാണ്. ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഞങ്ങൾ ഫോട്ടോയൊക്കെ വീഡിയോ ഒക്കെ എടുത്തു. ഇവിടെ നിന്ന് കുറച്ച് നേരമൊക്കെ. പക്ഷെ ഞങ്ങൾക്ക് ഒരുപാട് ആസ്വദിക്കാൻ പറ്റുമോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറ്റിയില്ല. അവിടെ ചെന്നത് മഴ പെയ്തു. പിന്നെ മഴ അലർജിയുള്ള എൻ്റെ കെട്ടിയവൻ ഇറങ്ങുമെന്ന് പറഞ്ഞ് നമ്മളെ ഇട്ട് വെറുപ്പിച്ചു. പിന്നെ ഞങ്ങൾ കുറച്ച് സമയം ഇട്ട് ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ഇരുന്ന് കണ്ടു. എൻ്റെ മോനാണെ ഇവിടുന്ന് പോകണമെന്ന് ആഗ്രഹമില്ല. പെട്ടെന്ന് പോകുന്നതിന് അവന് ഇച്ചിരി ദുഃഖമുണ്ട്. സാരമില്ല, സ്ഥലമെല്ലാം നോക്കി വെച്ചിട്ട് ഇനി ഒരിക്കൽ വന്നേക്കാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞ് പുള്ളി ഞങ്ങൾ വെള്ളച്ചാട്ടം എല്ലാം കണ്ട് ആസ്വദിച്ച് വരുന്ന വഴിയാണ് കേട്ടോ. കുറച്ച് നേരം കൂടെയൊക്കെ നിൽക്കാൻ തോന്നി. പക്ഷേ നമ്മുടെ തൊട്ടടുത്താണല്ലോ, എപ്പോൾ വേണേലും നമുക്ക് പോവാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ടാറ്റ, ബൈ ബൈ, സി യു.